കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ അനുഗ്രഹീതമായിരിക്കുന്ന വേൾഡ് ക്രിസ്ത്യൻ പ്രെയർ ലൈനിൽ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി സാക്ഷീകരിപ്പാൻ ദൈവമായിരിക്കുന്ന കർത്താവ് എനിക്കും ഈ ഇവിടെ പ്രഭാതവും മറ്റു രാജ്യങ്ങളിൽ വൈകിവേളയുമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി സാക്ഷീകരിപ്പാൻ ദൈവം എനിക്ക് സാവകാശം ഒരുക്കി തന്ന കർത്താവിൽ അനുഗ്രഹീത ദാസൻ പാസ്റ്റർ ജോൺ ഐസക് പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനിലൂടെ ഒരു മിസ് കോളിലൂടെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ ഇടയായി തീർന്നത്. എന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് മുൻപ് പരിചയമില്ല. പക്ഷേ എന്റെ മൊബൈലിൽ ഒരു മിസ് കോൾ വരികയും ഞാൻ തിരിച്ച് വിളിച്ച് സംസാരിക്കുകയും അങ്ങനെയാണ് അറിയുന്നത് കർത്താവിന്റെ ദാസനെ കുറിച്ച് പരിചയപ്പെടുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ പല കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ഈ പ്രെയർ ലൈനിനെ കുറിച്ച് പറയാൻ ഇടയായി തീർന്നു. വളരെ വർഷങ്ങളായി ഈ കൂട്ടായ്മ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ ഒരു പ്രാവശ്യം കൂടി എന്റെ സ്നേഹവന്ദനത്തെയും നന്ദിയും രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസനെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഈ മീറ്റിങ്ങിനെ കുറിച്ച് കേട്ടപ്പോൾ കർത്താവിന്റെ ദാസൻ പറയാണ്, അടുത്ത 100 വർഷത്തേക്കുള്ളതായിരിക്കുന്ന ഒരു പ്ലാൻ ആണ് ഇട്ടുവച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ എന്റെ ഭാവനയിൽ പറഞ്ഞ ഇത് 100 വർഷമല്ല, കർത്താവിന്റെ വരവ് എന്ന് വരുന്നു അന്ന് വരെയും ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. കാരണം വേൾഡ് ക്രിസ്ത്യൻ പ്രെയർ ലൈൻ ലോകത്ത് മുഴുവനും കർത്താവിന്റെ സുവിശേഷം അല്ലെങ്കിൽ കർത്താവിന്റെ വേലയെ കുറിച്ച് അത് പ്രചരിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക, ആ ഒരു ലക്ഷ്യമാണല്ലോ ഈ ഗ്രൂപ്പിനുള്ളത്. അതിനായി ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു പാട്ടിന്റെ ഒരു 2 ഈരടി പാടിയതിന് ശേഷമായി ഞാൻ എന്റെ സാക്ഷ്യവും വചനത്തിലും സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരു പ്രാവശ്യം കൂടി സാക്ഷീകരിച്ചതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്ത് നാം ഒരു ദൈവ പൈതലായി ജീവിക്കുന്ന അത്രയും നാളുകൾ നമുക്ക് ഒരു രീതിയിലുള്ള ഭീതി ഇല്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മുടെ ഭാവി ദൈവത്തിന്റെ കരത്തിലാണെന്ന് ഓർത്ത് ആ ദൈവത്തെ സന്തോഷിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ പൈതലന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ കൂട്ടായ്മയിലൂടെ അനേക ദൈവദാസിദാസന്മാര് കടന്നു വന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുകയും അവരുടെ നല്ല സാക്ഷ്യങ്ങളൊക്കെയും കേൾപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നില്ല. അതിനായി ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്നെ കുറിച്ച് ചുരുക്കമായി എന്റെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ 1992 ഞാൻ കർത്താവിന്റെ ഹിതപ്രകാരം വടക്കേണ്ടിയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു വരുവാൻ ഇടയായി തീർന്നത്. വന്ന സന്ദർഭങ്ങളിൽ ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു, എങ്കിലും പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടു കൂടി കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഉത്തർപ്രദേശിൽ ലഖ്നൌവിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അണ്ടറിലുള്ളതായിരിക്കുന്ന ബദേൽ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് സെന്ററിലാണ് ഞാൻ തിരുവചനം പഠിക്കുവാനായിട്ട് കടന്നു വന്നത്. ഇന്ന് അത് ലഖ്നൌ തിയോളജിക്കൽ കോളേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ ആദ്യത്തെ 1 വർഷത്തെ പഠനത്തിന് ശേഷം ഒരു ഫീൽഡിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ പറഞ്ഞയക്കുകയും പിന്നുള്ളതായിരിക്കുന്ന 2 വർഷക്കാലം ഫീൽഡിൽ വേല ചെയ്തുകൊണ്ട് തന്നെ പഠനവും തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ദൈവവചനം പഠിക്കുവാൻ ഇടയായി തീർന്നു. പഠനത്തോടു കൂടി തന്നെ ഔട്ട്റീച്ച് മിനിസ്ട്രിയും സഭാ ശുശ്രൂഷയ്ക്കുമായിട്ട് ദൈവം സാവകാശം നൽകി. അങ്ങനെ ലഖ്നൌവിന്റെ പ്രദേശത്ത് കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം സഹായിച്ചു. 1997 ആണ് എനിക്ക് വിവാഹം നടന്നത്. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും ഉണ്ട്. മോൻ ഇപ്പോൾ ITI കഴിഞ്ഞ് നിൽക്കുന്നു, മോള്
ഫിസിയോതെറാപ്പി ബാച്ചിലർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന 4ാം വർഷം പഠിക്കുകയാണ്. ഇനി 1.5 വർഷത്തെ കൂടെ പഠിത്തമുണ്ട്. അത് പൂർണ്ണമായി തീരുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിച്ചു കൊള്ളുകയാണ്. ഈ ആഗ്ര പട്ടണത്തിൽ കടന്നു വന്ന് കർത്താവിനെ സേവിപ്പാൻ ദൈവം സഹായിച്ചു. ഇതിനോടനുബന്ധിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി നേരിട്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഉപദ്രവം ഏറ്റിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. 1994 ആദ്യമായി സുവിശേഷ വിരോധികളുടെ ഉപദ്രവം ഏൽക്കുന്നത്. ഒരു ഗ്രാമത്തിൽ സുവിശേഷ വേല പ്രാർത്ഥനാ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ജനങ്ങൾ കടന്നു വന്ന് വളരെ രൂക്ഷമായി കടന്നു വന്ന എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും ഉപദ്രവിച്ചു. അന്നാണ് ഈ സുവിശേഷ വേലയിലെ ഉപദ്രവം എന്താണെന്ന് മനസ്സിലായത്. അതിനുശേഷം 1997 ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആരാധനയുടെ മധ്യത്തിൽ കുറെ സുവിശേഷ വിരോധികൾ കടന്നു വന്നു. വന്ന എല്ലാവരെയും അടിക്കുന്നു, ചവിട്ടുന്നു, ചീത്ത വിളിക്കുന്നു, എന്നെ അടിക്കുന്നു. അതിനുശേഷം പറയുന്നു, നിങ്ങൾ ഈ ദേശം, ഈ രാജ്യം വിട്ടേ പൊക്കളയണം, നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് ഇവിടെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് അവരിങ്ങനെ ത്രട്ടൺ ചെയ്തിട്ട് പോകാൻ ഇടയായി തീർന്നു. അതിനുശേഷം 2002 ഞങ്ങൾ ഹരിദ്വാർ പട്ടണത്തിൽ കർത്താവിന് വേല ചെയ്യുമ്പോൾ അവിടെ ഇതുപോലെ സുവിശേഷ വിരോധികൾ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചു. ആ ദേശത്ത് ഒരു വിധത്തിലും സുവിശേഷ വേല ചെയ്യരുതെന്ന് അവർ ത്രട്ടൺ ചെയ്തു. പക്ഷേ ആ പട്ടണങ്ങളിലേക്ക് അനേക ദൈവമക്കളെ നേടുവാൻ ദൈവം എനിക്ക് സാവകാശം നൽകി. അവിടെ ലക്ഷക്കണക്കിന് സുവിശേഷ പ്രതികൾ യേശു കി കഹാനി, യേശുവിന്റെ കഥ എന്ന ഒരു ചെറിയ ഗോസ്പൽ പാക്കറ്റ് ഉണ്ട്, ലക്ഷക്കണക്കിന് വീടുകളിൽ എത്തിക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേകരെ കർത്താവിന്റെ രാജ്യത്ത് കൊണ്ടുവരുവാനൊക്കെയും ദൈവം സഹായിച്ചു. അതിനുശേഷം കഴിഞ്ഞ 2011 ഈ ആഗ്ര പട്ടണത്തിൽ എനിക്ക് വരുവാനിടയായി തീർന്നത്. ഇവിടെ കടന്നു വന്ന് പല സ്ഥലങ്ങളിൽ കർത്താവിനെ സേവിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ഒരു കമ്പാഷൻ ഫോർ ഇന്ത്യ എന്ന ഒരു മിനിസ്ട്രിയുടെ ഒരു ബൈബിൾ കോളേജിന്റെ ഇൻചാർജ് ആയിട്ടാണ് ഈ ദേശത്ത് പ്രവർത്തിക്കാൻ ഇടയായത്. 2016 മിഷൻ എല്ലാം വിട്ട് ഞാൻ സ്വന്തമായി ചർച്ച് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുവാൻ ഇടയായി തീർന്നു. 2 വർഷത്തിനുള്ളിൽ 80ഓളം അധികം പേരെ കർത്താവിലേക്ക് നേടുവാനും സ്നാനപ്പെടുത്തുവാനും ഇടയായി തീർന്നു. ആ സന്ദർഭത്തിലാണ് കുറെ സുവിശേഷ വിരോധികൾ വന്ന് ഞങ്ങളെ കുടുംബമായി ഉപദ്രവിച്ചു. ആ ഉപദ്രവം എന്ന് പറയുന്നത് മരണകരമായിരിക്കുന്ന രീതിയിലുള്ള ഒരു ഉപദ്രവമായിരുന്നു. തല മുതൽ പാദം വരെ അടിയേൽക്കാത്ത സ്ഥലമില്ല. അന്നത്തെ ആ ഉപദ്രവത്തിന്റെ ക്ഷീണം ഇന്നും എന്റെ ശരീരത്തെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലത്തിട്ട് ചവിട്ടി വയറൊക്കെ അങ്ങ് നീരായി, നെഞ്ചിന്റെ 2 വാരിയല് വിട്ടുപോയി, കാലിന്റെ ഞരമ്പുകളിൽ ഇരുമ്പ് റോഡ് കൊണ്ട് അടിച്ച് കാലിന്റെ ഞരമ്പ് ഇപ്പോഴും എന്റെ 2 കാലിന്റെ പാദങ്ങളെല്ലാം മരച്ചു കിടക്കുന്ന അനുഭവത്തിലാണ് ഇരിക്കുന്നത്. തലയുടെ ഈ ഭാഗത്ത് ഇരുമ്പ് കൊണ്ട് ഇടിച്ച് ഈ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒത്തിരി കുറവ് വന്നു. അങ്ങനെ ശാരീരികമായിരിക്കുന്ന ഒരുപാട് ക്ഷീണങ്ങൾ വന്നു. മരിച്ചു പോകും എന്ന ഒരു നിലയിലെത്തി. 6 മാസത്തോളം എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതെ കിടന്ന സന്ദർഭം ഉണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലൊക്കെയും ജീവിതത്തിൽ ഒറ്റ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മരിക്കുന്നുവെങ്കിൽ വടക്കേ ഇന്ത്യയിൽ തന്നെ മരിക്കണം, അത് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് വേണം മരിക്കണം എന്ന് പറയാൻ ഇടയായി. സ്തോത്രം. ഇന്നും അതിനുശേഷം 2023 ഞാനൊരു പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 3-4 പേര് ഒരു കാറിൽ എന്നെ ഫോളോ ചെയ്ത് എന്റെ പുറകെ വരുവാൻ ഇടയായി തീർന്നു. ഞാൻ ബൈക്കിലാണ് വന്നിരുന്നത്. അവര് കുറെ നേരം നല്ല സ്പീഡിൽ കൊണ്ടുവരും, പിന്നെ ബ്രേക്ക് ചവിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് റോങ് ആണെന്ന് മനസ്സിലായി. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വലതോട്ട് തിരിയുവാൻ ഇടയായി തീർന്നപ്പോൾ അവർ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വന്ന് എന്നെ ബൈക്ക് ഇടിച്ച് എന്നെ തെറിപ്പിച്ചിടുവാൻ ഇടയായി തീർന്നു. ആ ഇടിച്ച് വീണു. ഞാൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അവര് വിചാരിച്ചു ഞാൻ മരിച്ചു കാണുമെന്ന് വിചാരിച്ച് അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ ഇടയായി തീർന്നു. ആ സമയത്താണ്, ഇത് വൈകുന്നേരത്തെ ഒരു 7 മണിയോളമായി ആ സമയം. അപ്പോൾ എന്റെ മോന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേര് ആ വഴി വന്നപ്പോൾ അവർ നോക്കി പറഞ്ഞു, ഇത് ജോബിൻസന്റെ പപ്പയാണല്ലോ എന്ന് പറഞ്ഞു വന്ന് എല്ലാരും വന്ന് എന്നെ പിടിച്ചു എടുത്തപ്പോഴത്തേക്ക് അബോധാവസ്ഥയിൽ കിടക്കുന്നു. വെള്ളമൊക്കെ തിളപ്പിച്ച് എനിക്ക് ബോധം വന്നപ്പോഴത്തേക്ക് എനിക്ക് അന്ന് ഞാൻ എന്റെ മൊബൈൽ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. എനിക്ക് എന്റെ നമ്പർ മാത്രമേ ഓർമ്മയുള്ളൂ, വേറെ ആരുടെയും നമ്പർ ഓർമ്മയില്ല.
അപ്പൊ ഈ പിള്ളേർ ചോദിച്ചു ഫോൺ നമ്പർ പറയാം. ഞാൻ അപ്പൊ എന്റെ നമ്പർ തന്നെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ അവർ ഫോൺ ചെയ്തു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തലയ്ക്ക് ഒരു തലയുടെ ഈ കണ്ണിന്റെയും തലയുടെ ഇടയ്ക്കുള്ള എല്ലിന് ഒരു പൊട്ടലുണ്ടായി. വായിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോയി. സിറ്റി സ്കാനൊക്കെ ചെയ്ത് നോക്കി. ചികിത്സയ്ക്ക് വേണ്ടി പോകാനായിട്ടുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു. ശരീരത്ത് വളരെയധികം കഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ എന്നെ ഉപദ്രവിച്ചവർ വന്ന് പറഞ്ഞു, അന്ന് നിങ്ങൾ രക്ഷപ്പെട്ടില്ല എന്ന് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുന്നു പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ജീവനോടെ കാണത്തില്ല. ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദേശം വിട്ട് നിങ്ങളുടെ രാജ്യത്ത് പൊക്കോണം. ഇവിടെ ഞങ്ങളുടെ കുടുംബക്കാരെ സുവിശേഷം യേശുവിനെ കുറിച്ച് പറയുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇത് ചെയ്തത് ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്നവരുടെ ബന്ധുക്കളാണ് ഇത് ചെയ്തത്. കാരണം അവർക്ക് ഞങ്ങൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ പലരെയും ഫോൺ ചെയ്ത് പറയും, ഒരു സൗത്ത് ഇന്ത്യൻ ആണ് ഇവിടെ വന്ന് മുഴുവൻ മതപരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുള്ളിയെ എങ്ങനെയാലും ഇവിടെ നിന്ന് ഓടിക്കണം. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോഴെല്ലാം കൂട്ടമായി ജനങ്ങൾ വന്ന് ഞങ്ങളോട് പറയും, ഇനി ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാണൻ എടുത്തുള്ള പണിയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാണനെ പേടിയുണ്ടെങ്കിൽ വീട്ടിലോട്ട് നിങ്ങളുടെ ദേശത്ത് പോയിക്കോണമെന്ന് പറഞ്ഞു. അതിനുശേഷം ചിലര് വീടുകളിൽ മുഖമെല്ലാം മൂടിക്കെട്ടി വീട്ടിൽ വന്നിട്ട് വൈഫിനോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് പോയി, നിങ്ങളുടെ ഭർത്താവ് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഏതെല്ലാം വീടുകളിൽ പോയി നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു, അതെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങൾ പുള്ളിയോട് പറഞ്ഞ് മനസ്സിലാക്കണം, ജീവനെ പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ദേശം വിട്ട് പൊക്കോണം. ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നടക്കത്തുള്ളൂ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇങ്ങനെയുള്ള പല അവസരങ്ങളിലും ഞങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഏറ്റപ്പോഴൊക്കെയും ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ, ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് ഇതുവരെയും നിലനിൽക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വടക്കേണ്ടിയിൽ വന്ന ആ സന്ദർഭത്തിൽ ഞങ്ങൾ ബൈബിൾ കോളേജ് 50-ലധികം മലയാളി സഹോദരന്മാര് വടക്കേന്ത്യൻ സുവിശേഷീകരണത്തിന് വേണ്ടി വന്നതായിരുന്നു. എന്നാൽ ഈ 34 വർഷം കഴിഞ്ഞപ്പോൾ വെറും 2 പേരെ ശേഷിക്കുന്നുള്ളൂ. അതിൽ ഒരാള് ഒരു പാസ്റ്റർ മീററ്റ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ വേല ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ കർത്താവിന്റെ ദാസനും അവിടെ നിന്ന് പോവുകയാണ്, കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നെന്ന് കേൾപ്പാൻ ഇടയായി. കാരണം അവർക്ക് അവിടെ ആരാധന നടത്താനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമില്ല. വീടുകളിൽ ആരാധന നടത്താൻ പറ്റത്തില്ല. 5-10 പേരെ കൂട്ടിക്കഴിഞ്ഞാൽ അന്നാരെ പ്രശ്നമാണ്. എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള അയൽപക്കത്തുള്ള ആൾക്കാർ പെട്ടെന്ന് ഈ സുവിശേഷ വിരോധികൾക്ക് ഫോൺ ചെയ്ത് അവരെ വിളിച്ച് പിന്നെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ ആഗ്ര പട്ടണത്തിലെ 20ഓളം സഭകളാണ് അടയ്ക്കപ്പെട്ടത്, ഹൗസ് ചർച്ചസുകൾ. ഒരു വിധത്തിലും ദൈവത്തിന്റെ വേല ചെയ്യുവാൻ സമ്മതിക്കില്ല എന്ന് അവര് എന്തോ ഒരു പ്രതിജ്ഞ എടുത്ത പോലെയാണ് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ മധ്യത്തിലും ഞങ്ങൾ രാത്രി വേളകളിലൊക്കെയും ഞങ്ങൾ വിശ്വാസ കുടുംബങ്ങളിൽ പോവുകയും അവരുടെ ബന്ധുക്കാരുടെ വീടുകളിലൊക്കെ പോയി സുവിശേഷം പറഞ്ഞ് അവരെ ബലപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന കൃപ ദൈവം നൽകിയിരിക്കുകയാണ്. എപ്പോഴും എന്തും സംഭവിക്കാതെ ഞങ്ങൾക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു ഭയം മനസ്സിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഈ ഉപദ്രവങ്ങൾ ഏൽക്കുമ്പോഴെല്ലാം മനസ്സിൽ ഒരു ധൈര്യമാണ് ഉള്ളത്, കർത്താവിന് വേണ്ടി ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു വിചാരണം ഒരു വിചാരത്തോടു കൂടി മാത്രമാണ് ഈ പട്ടണത്തിലായിരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായി വസിക്കാൻ ഒരു ഭവനമില്ല. ഈ സുവിശേഷ വേല എന്നുള്ളതായിരിക്കുന്ന ഒറ്റ ഒരു കാരണം കൊണ്ട് എത്ര വീടുകൾ മാറി മാറി പോകുന്നു പോലും ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇപ്പൊ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഓണർക്ക് പറയാൻ തുടങ്ങി, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് എത്രയും വേഗം ഒഴിഞ്ഞു തരണമെന്ന് ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കാരണം സുവിശേഷ വേല ചെയ്യുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വീട് പോലും കിട്ടത്തില്ല. എനിക്ക് കയറി കിടക്കാൻ കേരളത്തിലും വീടില്ല, ഇവിടെയും വീടില്ല. കാരണം കേരളം വിട്ടു പോന്നിട്ട് ഇപ്പൊ 34 വർഷമായി. ഈ 34 വർഷത്തിൽ 5-6 പ്രാവശ്യമേ ഞാൻ വീട്ടിൽ പോയിട്ടുള്ളൂ. ഉള്ള സമയം മുഴുവൻ ഈ വടക്കേണ്ടിയിൽ തന്നെ കർത്താവിനെ സേവിക്കുവാൻ ദൈവം എനിക്ക് സാവകാശം നൽകി. അതിനായി ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. മുൻപോട്ടുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എൻ്റെ വൈഫിന് സുഖമില്ലാതെ ഒരു 16 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാലുകൾക്ക് ബലമില്ല. ഒത്തിരി വർഷമായി ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇത് ട്രീറ്റ്മെന്റ് 1 വർഷമെങ്കിലും നീണ്ടുപോകും ഈ ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് പെട്ടെന്നൊരു പോസിറ്റീവ്
റിസൾട്ട് കിട്ടത്തില്ല എന്ന് പറയാനിടയായി തീർന്നു. അതിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരുടെ പഠനങ്ങൾ മുൻപോട്ട് പോകുവാൻ ദൈവമാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സഹായമില്ല. കാരണം ദാവീദ് പറയുന്ന പോലെ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പട്ടണത്തിലായിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപ ഉള്ളതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതാണ് എന്റെ ചെറിയ സാക്ഷ്യം മാത്രം പറയുകയാണെങ്കിൽ എനിക്ക് 1-2 മണിക്കൂർ എടുക്കും. അതുപോലെ അനുഭവങ്ങൾ ഈ വടക്കേണ്ടിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഉപദ്രവങ്ങൾ ഏൽക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ച ശുശ്രൂഷ ചെയ്ത് കേരളത്തിൽ തിരിച്ചുപോയി അനേക ദേവദാസന്മാരുണ്ട്. അവരെല്ലാം ഫോൺ ചെയ്ത് പറയും, കർത്താവദാസനെ ഇത്രയും വർഷങ്ങളായില്ല, ഇനിയെങ്കിലും സ്വന്തം ദേശത്തോട്ട് വന്നുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് വരെ ഒരു അസംബ്ലീസ് ബോർഡിന്റെ പ്രസ്പിറ്റർ ആയിരിക്കുന്ന എന്റെ ഒരു സുഹൃത്ത് കർത്താവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവദാസനെ 10-34 വർഷമായില്ലേ, ഇനിയെങ്കിലും സ്വന്തം ദേശത്തോട്ട് വന്നുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ ദേശം ഇതാണ്, ഈ ദേശത്തേക്കാണ് ഞാൻ വന്നത്. ഇനി എന്റെ ദേശം എന്ന് പറയുന്നത് ദൈവം എന്നെ വിളിക്കുന്ന ആ ദേശത്തേക്കാണ് എനിക്കിനി പോകാനുള്ളത്. അതുകൊണ്ട് കേരളത്തിലോട്ട് വരുന്നതായിരിക്കുന്ന ഒരു ചിന്താഗതിയില്ല. ഈ വടക്കേക്ക് ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ചതാണെങ്കിൽ അത് മനുഷ്യനോടല്ല പറഞ്ഞത്, ദൈവത്തോട് കൊടുത്ത ഒരു എഗ്രിമെന്റ് ആണ്. പ്രാണൻ പോകുവോളം കർത്താവിനെ ഈ വടക്കേണ്ടിൽ സേവിക്കുമെന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇതുവരെയും എന്നെ ഈ ദേശത്തായിരിക്കുവാൻ ദൈവം സഹായിച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ അനുഗ്രഹമായിരിക്കുന്ന കൂട്ടായ്മയിൽ ചെറിയൊരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവവേലയ്ക്കായുള്ള സമർപ്പണത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവവേലയുടെ സമർപ്പണം എന്ന് പറയുമ്പോൾ നാം എല്ലാവരും ദൈവത്തിനെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ മക്കളായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഇത് മൗലിക അവകാശമാണ് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയിൽ നിന്ന് 38 ഡിവൈസിലുള്ളതായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തെയും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മകളിലെല്ലാം നമ്മൾ കൂടി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലോ ആരാധനയ്ക്കോ ഒന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇത് ദൈവിക ഒരു നിയോഗമാണ് ഈ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് ഈ ദൈവവേലയ്ക്കുള്ള സമർപ്പണം 3 നിലവാരത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തത് കാര്യസ്ഥ പദവിയാണ്, സ്റ്റുവർഡ്ഷിപ്പ്, കാര്യസ്ഥ പദവിയാണ്. 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, വേദവാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ചു കൊള്ളാം കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ട്. 1 Peter chapter 4 verse 10 പറയുന്നത്, ഓരോരുത്തനും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ടു അന്യോന്യം ശുശ്രൂഷിപ്പീൻ. സ്തോത്രം. അപ്പൊ ഈ ദൈവവേലയുടെ സമർപ്പണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അന്യോന്യം ശുശ്രൂഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതാണ്, അന്യോന്യം ശുശ്രൂഷിക്കാണ്. ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് അന്യോന്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായിരിക്കുന്ന ആ നല്ല ടാലന്റുകളൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, പങ്കു ചെയ്യുക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. അത് ഓരോരുത്തർക്ക് ദൈവം കൊടുത്ത വരം പോലെയാണ്. അത് വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ അന്യോന്യം ശുശ്രൂഷിപ്പിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഒരു ഭവനത്തിന്റെ അംഗങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി ഒരു ഭവനത്തിന്, അതായത് ഒരു കുടക്കീഴിന്റെ ഉള്ളിൽ നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടമാണ്. അതുകൊണ്ട് നല്ല ഗൃഹവിചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യസ്ഥ പദവി. രണ്ടാമത്തെ കാര്യം, ഇതൊരു ദൈവിക നിയോഗമാണ്. ഈ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം ഇതൊരു ദൈവിക നിയോഗമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-20 വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതിയെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത്. സ്തോത്രം. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ
ഒരു ഗ്രേറ്റ് കമ്മീഷൻ ആണ്, ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദൈവിക നിയോഗത്തിലാണ് ദൈവ മക്കളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു തെരഞ്ഞെടുപ്പ് ലഭിച്ചതായിരിക്കുന്ന മക്കളാണ് ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്നത്. അമേരിക്ക, ഓസ്ട്രേലിയ, മറ്റ് ലോകങ്ങളിലെല്ലാം പോയി ഇരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതൊരു ദൈവിക നിയോഗമാണ്. ദൈവത്തിന് സ്തോത്രം. അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, നാം പ്രാപിച്ച ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് കൈമാറുക, അതാണ് ദൈവത്തിന്റെ നിയോഗം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവം പറയുന്നത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. അതാണ് ദൈവം പറയുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവിക നിയോഗത്തിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തി ജീവിതത്തിനും വലിയൊരു അനുഗ്രഹമുണ്ട്. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ആ ദൈവം നമ്മെ ഒരു നാളും കൈവിടത്തില്ല, മറക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കാരണം യേശു തമ്പുരാനാണ് നമുക്ക് ഈ വാഗ്ദാനം നൽകിയത്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ പ്രവൃത്തിയെ ബഹുമാനിക്കുക. ഈ സമർപ്പണത്തിന്റെ മൂന്നാമത്തെ നിലയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ ബഹുമാനിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, മാത്യു ചാപ്റ്റർ 5:16 പറയുന്നത്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തിന്റെ ബഹുമാന്യരായിരിക്കുന്ന ഒരു പാത്രമാണ്. മാന്യ പാത്രമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിതാവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വെളിച്ചം മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അസത്യത്തിൽ കിടക്കുന്നവരെ സത്യത്തിലേക്ക് കൊണ്ടുവരികയും അന്ധകാരത്തിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും മരിച്ചു കിടക്കുന്നവരെ നിത്യജീവനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം ബഹുമാനിക്കണം. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കാരണം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, കൊലോഷ്യൻ ചാപ്റ്റർ 3:23 പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. സ്തോത്രം. അപ്പൊ ഈ ദൈവവേല നമ്മൾ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ഒന്നുമല്ല ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സോടെ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ മനസ്സില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ ബഹുമാനിക്കുന്നത് മനസ്സോടുകൂടി ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ മാത്രമേ ഈ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിൽ നാം ഉൾക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ ദൈവവേലയുടെ സമർപ്പണത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവവേലയുടെ സമർപ്പണത്തിന് ഒരു 7 ഘട്ടങ്ങളുണ്ട്. 7 വിധ ഘട്ടങ്ങളിലൂടെയാണ് ഈ സമർപ്പണത്തിലേക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിക്കപ്പെടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക. ഡെഡിക്കേറ്റ് യുവർ ഹാർട്ട് ടു ദ ലോർഡ്. ദൈവത്തിനു വേണ്ടി നമ്മുടെ ഹൃദയം സമർപ്പിക്കുക. കാരണം ഇത് നമ്മുടെ പ്രവൃത്തിയല്ല, ഇത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ എന്നിലൂടെ ചെയ്തു തീർക്കുവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമേ എന്റെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കണം. സദൃശവാക്യം 23-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, പ്രോവേർബ്സ് 23:26 പറയുന്നത്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. സ്തോത്രം. അപ്പൊ ഈ ദൈവവേലയ്ക്ക് വേണ്ടി നാം സമർപ്പിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കണം. എന്തിനാണ്? കാരണം ദൈവത്തിന്റെ വഴി നമ്മുടെ കണ്ണിന് ഇമ്പമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഇമ്പം, ദൈവത്തിന്റെ ആ ആഗ്രഹങ്ങൾ നമ്മിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തിന്റെ കാര്യങ്ങൾ മാത്രം ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 61-ാം വാക്യം, ഫസ്റ്റ് കിങ് 8:61 പറയുന്നത്, ആകയാൽ ഇന്നുള്ളത് പോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ഇസ്രായേൽ ജനങ്ങളോട് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ ചട്ടങ്ങൾ നമ്മൾ അനുസരിക്കണം.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അനുസരിക്കണം, അത് ദൈവത്തിന്റെ ചട്ടങ്ങളാണ്. ചില കാര്യങ്ങൾ പ്രമാണിക്കണം, അത് ദൈവത്തിന്റെ കൽപ്പനകളാണ്. ആ ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ഹൃദയങ്ങളെ പകരണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അത് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് സങ്കീർത്തനക്കാരന്മാര് പറയുന്നത് 37 സങ്കീർത്തനത്തിന്റെ 4-5 ബാക്കി സാം 37 വേഴ്സ് 4 and 5 പറയുന്നത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ രസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ആ യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെയും അത് പ്രവേശിച്ചു കഴിയുമ്പോൾ ആ കൽപ്പനയിലാണ് നാം സന്തോഷിക്കുന്നത്, അതിൽ രസിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഒരു വഴിയും ഉണ്ടാകാൻ പാടില്ല. കാരണം ആ ദൈവത്തിൽ രസിച്ചുവെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റുവാനിടയായി തീരും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കുറിച്ച് നാം പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പല സ്വപ്നങ്ങളുണ്ട്, പല ടാർഗറ്റുകളുണ്ട്. ദൈവരാജ്യത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദിവസം ഫ്രീ ആയിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിൽ വരുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സ്വന്തം ബന്ധുമിത്രാദികൾ വിശ്വാസത്തിൽ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പുതിയതായിട്ട് ദൈവത്തെ അറിയാത്തവരുടെ അടുക്കിലേക്ക് കടന്നു പോകണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ പുതിയ ടാർഗറ്റുകളാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിൽ രസിക്കാനുള്ള ഒരു മാർഗമാണിത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്ത് നാം എന്തെല്ലാം നേടിയാലും അതിലും ഉപരിയായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം ഒരാത്മാവിനെ നേടുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ദിവസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരെ ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ദൈവത്തിന്റെ ആ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് പറയുന്നതിന്റെ പേരിൽ എന്താണ് ഉപദ്രവിക്കപ്പെടുന്നത്, എന്തിനാണ് ആൾക്കാർ നിങ്ങളെ അടിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് പഴിയും ദൂഷയും നിന്നയും ഒക്കെ നിങ്ങൾ എന്തിനാണ് സഹിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഞങ്ങളുടെ ദൈവം സ്നേഹമുള്ള ദൈവമാണ്. ഞങ്ങളുടെ ദൈവം പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു സ്നേഹത്തിൽ മാത്രമാണ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നത്. കാരണം ഇത് ദൈവത്തിൽ രസിക്കുവാൻ വേണ്ടി നമുക്ക് നൽകിയ ഒരു വേലയാണ് ദൈവിക വേല എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വടക്കേണ്ടിയിലായിട്ട് ഇത് 34ാമത്തെ വർഷമാണ്. ഇന്നുവരെയും ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ ഇന്നുവരെയും പട്ടിണി കിടന്നിട്ടില്ല. കാരണം പട്ടിണി കിടക്കാത്തതിന്റെ പിന്നിൽ വേറൊരു രഹസ്യമുണ്ട്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വരുന്നതിന് മുമ്പ് 2-2.5 വർഷക്കാലം ഞങ്ങളുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഏലപ്പാറയ്ക്ക് അടുത്തുള്ള ഒരു ഹെലിബ്രിയ എന്ന് പറഞ്ഞ ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിലെ ഫാക്ടറിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന സമർപ്പണം ഞാൻ കൊടുക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവ് അന്ന് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനും ആദ്യം ആ എസ്റ്റേറ്റിൽ വേല ചെയ്തുകൊണ്ടിരുന്നു, സുവിശേഷ വേലയ്ക്ക് വിളി വന്നു, ജോലിയെല്ലാം കളഞ്ഞ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. രണ്ടാമത് ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഞാനും പറഞ്ഞു ഞാൻ ജോലി വിട്ട് ഞാൻ വടക്കേണ്ടിക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ പിതാവിന് ഇഷ്ടമായില്ല. പിതാവ് പറഞ്ഞു, പോകുന്നൊക്കെ കൊള്ളാം, ഇനി പോയിട്ട് ഒന്നും കഴിക്കാൻ കിട്ടാതെ പട്ടിണിയും പരിതാപവുമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാളും എന്നെ പട്ടിണി കിടത്തില്ല. സ്തോത്രം. അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്ന് വരെയും ദൈവം ഞങ്ങളെ അങ്ങനെ തന്നെ നടത്തിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പട്ടിണി കിടത്തുവാൻ ദൈവം ഇതുവരെയും സഹായിച്ചിട്ടില്ല. അതാണ് എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ കൊടുത്ത ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഒരു നാളും പട്ടിണി കിടത്തുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നാം ദൈവത്തിൽ രസിച്ച് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളെ അങ്ങനെ തന്നെ നടത്തും. കാരണം അതിനേക്കുള്ള അനേക തിരുവചനങ്ങളുണ്ട്. കാട്ടിലുള്ള മൃഗങ്ങൾ വിശന്ന് കിടക്കാം, പക്ഷെ മക്കൾക്ക് ഒരു നാളും മുട്ടുണ്ടാവുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതായത് സിംഹക്കുട്ടികൾ വിശന്നിരയും, പക്ഷെ ദൈവത്തെ
ഇല്ല. ദൈവം ഇതുവരെ മുട്ടുണ്ടാക്കാതെ തന്നെയാണ് ഈ പട്ടണത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരണം ആ ദൈവത്തിൽ രസിച്ച്, ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഭീതിയില്ല. മരണം വന്നാലും അതിനെക്കുറിച്ച് ഭീതിയില്ല. ടെൻഷനും കൂടെ കയറി വന്നിരിക്കുന്ന എന്റെ വൈഫ് എപ്പോഴും പറയാറുണ്ട്, ഇത്രയും കാലമായി നമ്മൾ എത്ര വീടുകൾ മാറി ഇറങ്ങി നമ്മൾ ജീവിക്കുന്നു. സ്വന്തമായിട്ട് ഒരു ഭവനത്തിൽ കിടന്ന് മരിക്കാനുള്ള അവകാശം പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഞാൻ പറഞ്ഞു, അത് ദൈവഹിതം എന്തോ അതേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ആ ദൈവത്തോട് ചോദിക്കാം, ദൈവം അതിന് തക്ക സമയത്ത് വഴിയൊരുക്കും. ദൈവത്തിന് സ്തോത്രം. ആ ഒരു വിശ്വാസം, ഒരു ആശ്രയമാണ് ദൈവം ഞങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉദ്ദേശങ്ങളെ പ്രതിഫലിപ്പിക്കുക. നമ്മുടെ ഉദ്ദേശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് എങ്ങനെയാണ്? സങ്കീർത്തനം 139 23 24 വാക്യം, സാം 139 പറയുന്നത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിനവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവവലിക്കൊണ്ടുള്ള സമർപ്പണത്തിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ദൈവത്തോട് നമ്മൾ പറയണം, കർത്താവെ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ, എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിനവുകളെ അറിയണമേ. ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഒരിക്കലും പറയത്തില്ല. നമ്മൾ പറയുന്ന, കർത്താവേ എന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണമേ, ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തോട് പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ നീ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. സ്തോത്രം. എന്തിനാണ് ശോധന ചെയ്യേണ്ടത്? കാരണം ഈ ദൈവത്തിന്റെ വേല എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതൊരു വലിയ പ്രേഷ്യസ് തിങ്സ് ആണ്. ഇതൊരു വലിയ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. ദൈവം നമ്മെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഉന്നതമായിരിക്കുന്ന ഒരു ശ്രേണിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ദൈവിക വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. സ്തോത്രം. ഈ ലോകത്ത് ഒരു മനുഷ്യന് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യം അറിയാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യനും അറിയാൻ സാധിക്കത്തില്ല. ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് പറയാണ്, എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിനവുകളെ അറിയണമേ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് എന്നെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണമേ എന്ന്. പക്ഷെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് എന്നെ ഒന്ന് പരീക്ഷിക്കണമേ എന്നാണ്. നമുക്ക് പരീക്ഷകന്റെ കാര്യം കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിന് ദൈവം ഒന്ന് പരീക്ഷിച്ചു നോക്കി. തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ ഒന്ന് ബലി കഴിക്കണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം അത് കേട്ട പാടെ അത് അനുസരിച്ചു. സ്തോത്രം. കാരണം അബ്രഹാമിന്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ എന്നും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. അബ്രഹാം തന്റെ ഹൃദയം ദൈവത്തോട് എപ്പോഴും അത് പരമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. സ്തോത്രം. ഹല്ലേലൂയ. ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. അതുകൊണ്ടാണ് ആ വിശ്വാസത്തിന്റെ പിതാവ് എന്ന പേര് വരെ അബ്രഹാമിനിലൂടെ ലഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതിലൂടെയാണ് ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായിട്ടാണ് നമ്മൾ അത് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ആ അനുഗ്രഹം അബ്രഹാമിൽ ലഭിച്ച ആ പരീക്ഷയുടെ വിജയത്തിലൂടെയാണ് നേടിയെടുത്തതെങ്കിൽ ദൈവത്തോട് നമുക്കും പറയാം, കർത്താവ് എന്നെ ഒന്ന് പരീക്ഷിച്ച് എന്റെ നിനവുകളെ അറിയണമേ. സ്തോത്രം. കാരണം എന്റെ നിലവുകൾ ചിലപ്പോൾ സുവിശേഷത്തിന് വിരുദ്ധമായിരുന്നിരിക്കാം. എന്റെ നിലവുകൾ ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കാം. അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് നോക്കാൻ ദൈവത്തോട് പറയാൻ നമുക്ക് എപ്പോഴും പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. കാരണം പറയുന്നത് 24 വാക്യത്തിൽ പറഞ്ഞ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കണം. സ്തോത്രം. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇത് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ എന്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, നിന്നിൽ നിന്ന് വേറിട്ട് പോകുന്ന ഒരു അനുഭവം എന്നിൽ ഉണ്ടോ എങ്കിൽ അത് നോക്കിയിട്ട് ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. ഇത് ദൈവം മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റാർക്കും ഇത് ചെയ്തു തരുവാൻ സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോ
നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കണമെന്ന് ശലോമോൻ പറയാണ്. നീ സദൃശവാക്യം 16:3 പറയുന്നു, നിന്റെ പ്രവൃത്തിയെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. സ്തോത്രം. നമ്മുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ഡ്രീംസ്, നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചോ എന്ത് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു ആ ഉദ്ദേശങ്ങളെല്ലാം സാധിക്കുമെന്നാണ് ഇവിടെ തിരുവചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന സുവിശേഷം എന്താണെന്നും കൂടെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 3-4 വാക്യം, 1 Thessalonians chapter 2 verse 3 and 4 പറയുന്നത്, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. സ്തോത്രം. നാം കൈമാറുന്ന ഈ സുവിശേഷം, ജീവനുള്ള യേശു തമ്പുരാന്റെ സന്ദേശം എന്ന് പറയുന്നത് അബദ്ധത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതല്ല, അശുദ്ധിയിൽ നിന്ന് കിട്ടിയതല്ല, വ്യാജത്തോടുകൂടി വന്നതല്ല. പിന്നെയോ ഞങ്ങളെ സുവിശേഷം വരവേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. സ്തോത്രം. ഇത് മാനുഷിക സന്ദേശമല്ല, ദൈവിക സന്ദേശം. അത് മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനുമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. നാം ഒരു അന്യ ജാതിയോട് സുവിശേഷം, ദൈവത്തെ അറിയാത്തവരോട് സുവിശേഷം പറയുമ്പോൾ ദൈവം സന്തോഷിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉളവാകുന്നത്. ആ ഒരു സംസാരമാണ് നാം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഉദ്ദേശങ്ങൾ നാം പ്രതിഫലിപ്പിച്ചു വരുമ്പോൾ അത് എന്തിനാണ് ഈ ഉദ്ദേശങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, 3-ാമത്തെ കാര്യം, പശ്ചാത്തപിക്കുകയും പാപമോചനം നേടുകയും ചെയ്യണം. ദൈവരാജ്യത്തിന്റെ ഈ സമർപ്പണത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപവും പാപമോചനവും നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രവൃത്തിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. സ്തോത്രം. ഇതാണ് ദൈവത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം. നാം ദൈവജനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, മറ്റ് അന്യജാതികളെ കുറിച്ചല്ല. ദൈവജനം, ദൈവം സ്വന്തം ജനം, എന്റെ ജനം എന്ന് പറയപ്പെടുന്ന ആ ജനത്തെ കുറിച്ച് ദൈവം പറയുന്ന, അവര് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കണം. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു താഴ്മയോടുകൂടി, ഒരു പശ്ചാത്താപത്തോടുകൂടി, കർത്താവേ ഞാൻ പാപിയാണ്, ഞാൻ ഒരു യോഗ്യനല്ല എന്ന ആ ഒരു താഴ്മയോട് കൂടിയാണ് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ദൈവം പറഞ്ഞ, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരുത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു ദൈവഭക്തനാണ് ദാവീദ്. ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് നോക്കിയാൽ, ദാവീദ് ഈ പശ്ചാത്താപവും പാപമോചനം നേടുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ തന്നെത്താനെ സമർപ്പിച്ച ഒരു കാര്യം നമുക്കറിയാം. കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് 51-ാം സങ്കീർത്തനത്തിന്റെ 9-ഉം 10-ഉം വാക്യവും വായിച്ചാൽ അവിടെ മനസ്സിലായി. Psalm 51 verse 9 and 10 പറയുന്നത്, എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എന്റെ അകൃത്യങ്ങളെയൊക്കെയും മായിച്ചു കളയണമേ. ഇതൊരു സാധാരണ മനുഷ്യന് പറയുന്ന കാര്യമല്ല. ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിന് വേണ്ടി ബാല്യാവസ്ഥ മുതൽ രാജഭരണത്തിൽ എത്തും വരെ ദൈവത്തിന് വേണ്ടി പാടിയും നൃത്തം ചെയ്തും ആരാധിച്ചും വന്ന ദാവീദ് പറയുകയാണ്, എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. കാരണം തനിക്ക് മനസ്സിലായി താൻ പാപം ചെയ്തു പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കി. എന്നിട്ട് പറയാണ്, എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ. അത്ര വലിയൊരു ആരാധകനായിരിക്കുന്നത് ദാവീദിന് മനസ്സിലായി, എന്നിൽ അകൃത്യം അകപ്പെട്ടു പോയിരിക്കുകയാണ്, അത് ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അത് എന്നിൽ നിന്ന് മായ്ച്ചു കളയുവാൻ. അതിനുശേഷം 10-ാം വാക്യത്തിൽ പറയും, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇതുവരെയും ദാവീദ് ഏത് ആത്മാവിലാണ് ആരാധിച്ചത്?
ശുദ്ധ ആത്മാവിൽ ആരാധിച്ചു. പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ ആ ആത്മാവ് അവനിൽ നിന്ന് മാറിപ്പോകത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തി തന്നിൽ വന്നു പോയപ്പോൾ താൻ പാപത്തിനും ആ അകൃത്യത്തിനും അടിമയായി തീർന്നു. അത് മനസ്സിലാക്കിയപ്പോൾ താൻ സമർപ്പിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയാണ്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്തോത്രം. ഓരോ ദൈവ പൈതലിന്റെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിർമ്മലമായ ഹൃദയത്തോടു കൂടി ജീവിക്കുക. സ്ഥിരമായ ആത്മാവ്, അത് പരിശുദ്ധാത്മാവാണ്, വേറൊരു ആത്മാവും ഇല്ല. അത് സ്ഥിരമായ ആത്മാവാണ്. സ്തോത്രം. അതിന് സ്ഥിരതയുണ്ട്, കാരണം അത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ഹല്ലേലൂയ. അത് ത്രിയേക ദൈവത്തിന്റെ ഒരു വ്യക്തിത്വമാണ്. ആ ആത്മാവ് നമ്മിൽ സ്ഥിരമായി വസിക്കണമെന്നാണ് ദാവീദ് ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ഈ പാപത്തിന്റെ അനുഭവം നന്നായി മനസ്സിലാക്കിയ ശലോമോൻ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സദൃശവാക്യം 28 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ പറയുന്നത്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ലംഘനങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരും, അത് മറച്ചു വെക്കാൻ പാടില്ല. സ്തോത്രം. പക്ഷേ ഈ ഒരു കാര്യം മാത്രം നമുക്ക് അനേക ദൈവജനങ്ങൾക്ക് അത് ചെയ്യുവാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിലോ സഭയിലോ ഒരു എഴുന്നേറ്റ് സാക്ഷ്യം പോലെ ഇങ്ങനെ പറയത്തില്ല, കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം അത് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ നാം തിരുവചനം പഠിക്കുമ്പോൾ അനേക ദൈവഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ വരുന്ന കുറവശങ്ങളും എല്ലാം മനസ്സിലാക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആരാധനാലയത്തിൽ ചെന്ന് തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ്. ദൈവത്തോട് പറയുകയാണ്, കർത്താവെ, തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണമേ. സ്തോത്രം. അതാണ് ശലോമോന് പറയുന്നത്, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഈ പാപത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ചിന്തയും പശ്ചാത്താപവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ മൂന്നാമത്തെ ഘട്ടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സെപ്പറേറ്റ് യുവർസെൽഫ് ഫ്രം ദ വേൾഡ്. ലോകത്തിൽ നിന്ന് സ്വയം വേർപെടുത്തുക. ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിന് നാലാമത്തെ ഘട്ടമാണ് ലോകത്തിൽ നിന്ന് സ്വയം വേർപെടുത്തുക. 1 യോഹന്നാൻ 2 അധ്യായത്തിന്റെ 15, 16, 17 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, 1 John chapter 2, 15, 16, 17 പറയുന്നത്, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനെ എന്നേക്കും ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് സെപ്പറേഷൻ. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുള്ള ഒരു ജീവിതത്തെ നാം ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്, ഈ ലോകത്തിലുള്ള ഒന്നിനെയും സ്നേഹിക്കരുത്. പക്ഷെ നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ലോകത്തിലുള്ള കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ പ്രാപ്തിയുള്ള ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 കാര്യങ്ങളിൽ നാം നമ്മുടെ ഹൃദയം വെച്ചു കൊടുക്കരുതെന്നാണ് ദൈവം പറയുന്നത്. എന്നാൽ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ജഡമോഹമുണ്ട്, കൺമോഹമുണ്ട്, ജീവനത്തിന്റെ പ്രതാപമുണ്ട്. പക്ഷെ ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ വേലയിൽ അത് നമുക്ക് ഒരു കുറവായി കാണുവാൻ പാടില്ല എന്ന് കൂടിയാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. കാരണം ഇതെല്ലാം ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. കാരണം ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതെല്ലാം ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവർ മാത്രം എന്നേക്കും നിലനിൽക്കും. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറയുന്നത് ഈ സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവ ഇഷ്ടം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ദൈവ ഇഷ്ടമാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നാം ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊരു മീഡിയേറ്റർ ആകുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. സ്തോത്രം. ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖമോ പ്രകാശിതരെ അവരുടെ മുഖവും ലജ്ജിപ്പാൻ ഇടവരത്തില്ല.
നാം ജീവനുള്ള ദൈവത്തെ നോക്കിയാണ് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നാളും ലജ്ജിക്കേണ്ട കാര്യം വരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതത്തെ കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, ഫിലിപ്പിയൻ ചാപ്റ്റർ 3:20 പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ഈ ലോകത്തു നിന്നുള്ള വേർപെടൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്റെ പൗരത്വം ഈ ലോകത്ത് ഉള്ളതല്ല. അത് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്നുള്ളതായിരിക്കുന്ന ആ ഒരു കാത്തിരിപ്പാണ് നമ്മുടെ സെപ്പറേഷൻ ഫ്രം ദ വേൾഡ്. ഈ ലോകത്തോട് വേർപെട്ടുള്ള നമ്മുടെ ഒരു ആശ എന്ന് പറയുന്നത് എന്റെ കർത്താവ് വേഗം വരും. സ്തോത്രം, ഹല്ലേലൂയ. 2026 വർഷം കഴിഞ്ഞു. ഇന്നും പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ ആശീർവാദം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആമേൻ കർത്താവ് യേശുവേ വേഗം വരണമേ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി, എന്നാൽ കർത്താവ് പറയാണ്, ഞാൻ വേഗം വരാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഇതാണ്. കർത്താവ് ചിലപ്പോൾ ഇന്ന് വന്നെന്നിരിക്കാം, ഇന്ന് പകല്, ഇന്ന് രാത്രിയിലോ വന്നെന്നിരിക്കാം. അത് വരുവോ വരാതിരിക്കോ അല്ല വിഷയം. ആ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കാരണം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് ഈ സുവിശേഷ വിരോധികളുടെ ഉപദ്രവങ്ങളൊക്കെ ഏറ്റ് അനേക ദൈവദാസന്മാർ ജയിലറകളിൽ കഴിയുകയാണ്. ഈ ഉത്തർപ്രദേശില് പല ജയിലുകളിലായി ആയിരക്കണക്കിന് വിശ്വാസികളും ദൈവദാസന്മാരും ജയിലറകളിൽ കഴിയുകയാണ്. എന്തിനാണ്? ഈ സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട്, ഭവനത്തെ ആരാധന നടത്തിയത് കൊണ്ട്, വേറെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. തെറ്റായ മാർഗത്തിൽ ജീവിക്കുന്നവരെ ജീവനുള്ള മാർഗത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ശിക്ഷയാണ് ജയിലറ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളെ ഉപദ്രവിച്ച് ഒരു സ്റ്റേഷനിൽ ഒരു രാത്രി മുഴുവനും കൊണ്ടിട്ടു. അടുത്ത ദിവസം ജയിലിലേക്ക് വിടാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സ്റ്റേഷനിൽ ഇരുന്ന് അവിടെയുള്ള പോലീസുകാരോട് എല്ലാം സുവിശേഷം പറയാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതിൽ പലരും പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒരു അവിടുത്തെ ഒരു SI ഉണ്ടായിരുന്നു. അവർ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞു, അവർക്ക് കുഞ്ഞുങ്ങളില്ല. അവർ ചോദിച്ചു, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മക്കൾ ലഭിക്കും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. ആ രാത്രി മുഴുവനും സുവിശേഷം പറയാൻ ഇടയായി തീർന്നു. അന്ന് വെളുപ്പിന് ഞങ്ങളെ ജയിലിൽ വിടാതെ ഞങ്ങൾക്ക് അവിടുന്ന് മോചനം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഇത് ജീവൻ നൽകുന്ന വചനമാണ്. ഇത് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നതാണ്. കാരണം നമ്മെ ലോകത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് ലോകക്കാർ നമ്മളെ പകയ്ക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഭാരപ്പെടാനോ ഒരു വകയുമില്ല. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിന്ദയും പരിഹാസവും ഉപദ്രവങ്ങളും ജയിലറകളിലൊക്കെ പോകേണ്ടി വരും. നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം വളരെ അധികമുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശയാണ് ദൈവവേലയിൽ പിന്നെയും മുൻപോട്ട് പോകുവാൻ പ്രോത്സാഹനം നൽകുന്ന. ദൈവത്തിന് സ്തോത്രം. പിന്നെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ബലമുണ്ട്. ഇന്ന് വടക്കേന്ത്യൻ സുവിശേഷീകരണത്തിന് വേണ്ടി ലോകമെമ്പാടുമുള്ള ദൈവജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പ്രാർത്ഥനയുടെ ബലമാണ് ഇന്നും ദൈവത്തിന് വേണ്ടി അനേകർ ഈ ദേശങ്ങളിൽ നിലനിൽക്കുന്ന. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമുക്ക് സന്തോഷിപ്പാൻ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ലോകത്തിനുള്ളതല്ല. സ്തോത്രം. 5-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുക. സ്തോത്രം. ഈ ദൈവവേലയ്ക്കുള്ള സമർപ്പണത്തിൽ 5-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുക. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4:8 പറയുന്നത്, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. സ്തോത്രം. ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവവും നമ്മളോട് അടുത്തു വരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തോട് അടുത്തില്ലെങ്കിൽ ദൈവവും അടുക്കത്തില്ല. ഇത് നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ദൈവത്തെ വിട്ട് എങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. കാരണം ഈ ദൈവം ഇന്നും എന്നും എന്നേക്കുമുള്ള ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല,
ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അടുത്ത് ചെന്നാൽ ആ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ഹീബ്രു ചാപ്റ്റർ 10:22 പറയുന്നത്, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. സ്തോത്രം. അപ്പൊ ഈ ദൈവത്തിന് അടുത്തോട്ട് ചെല്ലാനും ഒരു നിയമമുണ്ട്. ചുമ്മാതങ്ങ് പോയാൽ പോരാ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദുർമനസാക്ഷി നീങ്ങി ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരത്തെ കഴുകപ്പെട്ട്, അതായത് സ്നാനപ്പെട്ട് ആ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമായിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവം പറഞ്ഞൊരു കാര്യം, wherever 2 or 3 gather in my name I will be there. 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. സ്തോത്രം. അതാണ് ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത്. ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് നാം പരമാർത്ഥ ഹൃദയത്തോടു കൂടി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം നമ്മെ കുറിച്ച് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28, 29, 30 വാക്യം നോക്കിയേ. മാത്യു 11, 28, 29, 30 കർത്താവ് യേശു ക്രിസ്തു ഒരു ആഹ്വാനം ചെയ്യാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്തോത്രം. നമ്മുടെ അധ്വാനം ആർക്കു വേണ്ടിയാണ്? ദൈവജനങ്ങൾക്ക് വേണ്ടി. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് വിളിക്കപ്പെടുവാൻ വേണ്ടി കൂട്ടിവെക്കുന്ന, അതിലേക്ക് ചേർത്ത് കൊണ്ടുവരുന്ന ഒരു ജനക്കൂട്ടത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരോട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ ദൈവം തമ്പുരാനാണ്. ഹല്ലേലൂയ. ആ ദൈവം പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ, ആകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ദൈവത്തിന്റെ സ്തോത്രം. ആ ദൈവം പറയാം, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. യേശു തമ്പുരാൻ പറയുകയാണ്, ആ താഴ്മ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് നടന്ന് പഠിച്ച് മനഃപാഠമാക്കി വെച്ച കാര്യങ്ങളാണ് പിൽക്കാലങ്ങളിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവർ പ്രചരിപ്പിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. അതിന്റെ ഫലമായിട്ടാണ് ഞാൻ നിങ്ങളും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അതിന്റെ 30-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കഷ്ടം ദൈവം ഒരിക്കലും നമുക്ക് തരത്തില്ല. സ്തോത്രം. ഇനി കഷ്ടങ്ങൾ നമുക്ക് വരുന്നുവെങ്കിലും പോക്ക് വഴികളും ദൈവം അതിനു മുന്നേ അതെ ഒരുക്കി വെച്ചിട്ടേ കഷ്ടങ്ങൾ തരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം ഇന്ന് ദൈവമക്കളെന്ന് വിളിക്കുവാൻ യോഗ്യത ഉള്ളവരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി 6-ാമത്തെ ഘട്ടം, എന്റെ സമയം വളരെ വേഗം തീരാൻ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 6-ാമത്തെ ഘട്ടം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പണം. നമ്മുടെ സർവ്വതും ദൈവത്തിനായി സമർപ്പിക്കുക. നമ്മുടെ സർവ്വതും, നമ്മെ തന്നെ മുഴുവനായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ഗലേഷ്യൻ ചാപ്റ്റർ 2:20 പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തെ, പ്രാണനെ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പല ഉപദ്രവങ്ങൾ വരുമ്പോഴും ഞാൻ ആ അവസരങ്ങൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവ്, ഞാൻ എന്റെ പ്രാണനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കുടുംബമായി ഞങ്ങൾ ഉപദ്രവിക്കപ്പെട്ട സമയത്ത് അന്ന് അന്ന് തീർന്നു. പെട്ടെന്ന് എന്റെ കണ്ണെല്ലാം അങ്ങ് ഇരുട്ടിലായി തീർന്നു. എന്താ സംഭവിച്ചെന്ന് പോലും ഒന്നും അറിയുന്നില്ല.
മരണാവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് മാത്രമാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ പ്രാണനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കാരണം അന്ന് ഞാൻ വിചാരിച്ചു ഇനി ജീവൻ കിട്ടത്തില്ല. കാരണം ഒരു വലിയൊരു കൂട്ടം ജനങ്ങളായിരുന്നു ഞങ്ങളെ ഉപദ്രവിച്ചത്. സ്തോത്രം. നമ്മുടെ പ്രാണൻ ദൈവകരങ്ങളിലേക്കാണ് നമുക്ക് സമർപ്പിച്ചു കൊടുക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. കാരണം ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച ദൈവപുത്രനുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നു. ഒരു പ്രാവശ്യം ക്രൂശിൽ നമ്മെ മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ഞാൻ എപ്പോഴും ഈ വിശ്വാസികളോടൊക്കെ പറയുന്ന കാര്യമുണ്ട്, സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് മരണത്തെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവ മരിച്ചാലും ജീവിക്കും. കാരണം നാം മരണത്തെ ആ പാപ സ്വഭാവത്തോടു കൂടി എന്നേക്കുമായി അതെ മരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തുവിനെ ധരിച്ചവരാണ്. ക്രിസ്തുവിന്റെ മക്കളായി തീർന്നത് കൊണ്ട് മരണത്തിന് പിന്നെ നമ്മുടെ മേൽ ജയമുണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അത് തന്നെ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്തോത്രം. തന്നെത്താൻ ത്യജിക്കുക, നമ്മെ പൂർണ്ണമായി ദൈവത്തെങ്കിലേക്ക്. കർത്താവ്, നീ അല്ലാതെ വേറെ ആരുമില്ല, നീ അല്ലാതെ മറ്റൊരു സഹായമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മോള് കോളേജിൽ പഠിച്ച് മാസം തികഞ്ഞു തീർന്നതിന് ശേഷവും ഫീസ് അടയ്ക്കാനുള്ള വഴി ഒരുക്കത്തില്ല. എന്നോട് പറഞ്ഞു, പപ്പായ ഫീസിന്റെ സമയം കഴിഞ്ഞു പോയി, ലേറ്റ് ഫീസ് സഹിതം അടയ്ക്കണം. എല്ലാ മാസം 10,000 രൂപ ഫീസാണ് പോകുന്നത്. ഇനി 1.5 ലക്ഷം രൂപയും കൂടെ ഫീസ് അടയ്ക്കാൻ കിടക്കുന്നുണ്ട്. ഞാൻ പറയും, ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ദൈവം തക്ക സമയത്ത് വഴി ഒരുക്കും. എങ്ങനെ എവിടെ ഈ 4 വർഷം എങ്ങനെ എന്റെ മോളുടെ പഠനത്തിലുള്ള സഹായങ്ങൾ വന്നു പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ദൈവത്താൽ മാത്രമാണ്. സ്തോത്രം. കാരണം ഞങ്ങൾക്ക് മറ്റൊരാശ്രയമില്ല, ഞങ്ങൾക്ക് പറയാൻ ഒരു മനുഷ്യനുമില്ല. ദൈവം മാത്രമാണ് ഉള്ളത്. ആ ദൈവം തക്ക സമയത്ത് വഴി ഒരുക്കി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മെ തന്നെ നാം ത്യജിച്ച് കർത്താവിന്റെ ആ ക്രൂശ് എടുത്ത് നടക്കുകയാണ്. ഈ ക്രൂശ് എന്ന് പറയുന്നത് ഒരു വലിയ സാക്ഷ്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതാണ്. ഈ ക്രൂശിലെ കർത്താവിന്റെ മരണത്തെ കുറിച്ചാണ് നാം മറ്റുള്ളവരെ പറഞ്ഞു ഏൽപ്പിക്കുന്നത്. കർത്തൃമേശ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ കർത്തൃമേശ എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെയും കർത്താവ് പറയാണ്, എന്റെ ക്രൂശിലെ മരണത്തെ കുറിച്ച് പ്രസ്താവിക്കുക, എന്റെ വരവ് വരെയും അത് തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി നാം സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സർവ്വതും ദൈവത്തെങ്കിലേക്ക് നാം സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, ആക്ട് ചാപ്റ്റർ 4:32 പറയുന്നത്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു, തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇതാണ് ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം, മുഴുവനായുള്ള സമർപ്പണം. സ്തോത്രം. ദൈവജനങ്ങൾക്ക് ലഭിച്ചതെല്ലാം തങ്ങൾക്ക് സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സ്വന്തമെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങോട്ട് പോക്ക് പറ്റത്തില്ല. ഇവിടെ ഒരു ബാപ്റ്റിസ്റ്റ് മിഷനിൽ ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം കോടീശ്വരനാണ്, ഒരുപാട് സമ്പത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഡോക്ടറാണ്, മക്കളൊക്കെ നല്ല നിലയിലായിരിക്കുന്നു. ഒരു ദിവസം ആ വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്ക്, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ കർത്താവിന്റെ രാജ്യം, യേശുവിന്റെ 2ാം വരവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയതിനു ശേഷം ആ പാസ്റ്ററിന്റെ വൈഫ് എന്നോട് ചോദിക്കുക, പാസ്റ്ററെ, ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ഈ സമ്പത്തൊക്കെ എന്തായി തീരും? ഞങ്ങൾ ഈ കൂട്ടിവെച്ച ഈ കോടികളുടെ സമ്പത്തുകൾ അതെന്തായി തീരും? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ പറഞ്ഞു, അതെല്ലാം ഇട്ടേച്ച് പോകേണ്ടി വരും. അതിന് അവർക്ക് സമ്മതമല്ല. ഒന്നും ഇട്ടേച്ച് പോകാൻ വേണ്ടി അല്ലല്ലോ സ്വരുക്കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ആ മുകളിലോട്ട് പോകുമെന്നുള്ള ചിന്ത വിട്ടേക്കുക എന്ന് ഞാൻ പറയുവാനിടയായി. ദൈവവചനം അറിയുന്നവരാണ്, എല്ലാം അറിയുന്നവർ, സഭയുണ്ട്, പാസ്റ്ററാണ്. പക്ഷെങ്കിൽ ഉള്ളതൊന്നും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹമില്ല. അങ്ങനെയും ഉണ്ട് മനുഷ്യര്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ
സന്നിധിയിൽ കൂടി വന്ന കൂട്ടം ഏക വിശ്വാസത്തോട് കൂടി വന്നു. അവരുടെ മനസ്സും ഏകാഗ്രതയായിരുന്നു. തങ്ങൾക്കുള്ളതെല്ലാം സ്വന്തമെന്ന് ആരും പറയാതെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവ പൈതലിന്റെ സമർപ്പണം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഏഴാമത്തെ കാര്യം, ലാസ്റ്റ് ഭാഗമാണ്, സമയം തീർന്നുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പറയാണ്. ഏഴാമത്തെ സമർപ്പണം സേവനത്തിനും അനുസരണത്തിനും ജീവിതം നയിക്കുക. സേവനത്തിനും അനുസരണത്തിനും ജീവിതം നയിക്കുക. അതിനെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, ജോൺ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവിന്റെ കൽപ്പനകളെ നാം കാത്തുകൊള്ളണം, നഷ്ടപ്പെടാതെ, മാറ്റപ്പെടാതെ. അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ വച്ചിരിക്കണം. അത് സദൃശവാക്യം 3-ാം അധ്യായം 5-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മകനെ എന്റെ വചനങ്ങൾ, എന്റെ കൽപ്പന നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. അങ്ങനെ ചെയ്താൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. നീ മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും നീ ലാവണ്യമുള്ളവനായി തീരും. കാരണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ആ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ഫിലിപ്പിയ 2:2 പറയും, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ഏത് കഷ്ടത്തിലും ഏത് പ്രയാസത്തിലും എത്ര വലിയ രോഗം വന്നു കഴിഞ്ഞാലും അവർക്ക് നിരാശയില്ല, അവർക്ക് സന്തോഷമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. കാരണം അവര് ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചത് കൊണ്ട് ഏത് അവസരത്തിലും അവർ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 103-ാം സങ്കീർത്തനം 1-2 വാക്യം വായിച്ചാൽ മതി. അതാണ് നമ്മുടെ സന്തോഷം. ഏത് അവസ്ഥയിലും ഏത് പരിസ്ഥിതിയിലും എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും വിശ്വാസികളോട് പറയുന്ന കാര്യമുണ്ട്, രോഗം വരുമ്പോൾ ആ രോഗത്തിന് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കരുത്. പിന്നെ പറയണേ, കർത്താവേ എനിക്ക് രോഗം നൽകിയതിനാൽ സ്തോത്രം പറയണം. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ നാം രോഗത്തിന് വേണ്ടി സ്തോത്രം പറയുമ്പോൾ ഈ രോഗം വന്ന് കൂടിയതിരിക്കുന്ന ഈ പൈശാചിക ശക്തി തന്നെ പറയും, അയ്യോ ഞാൻ ഈ മകന്റെ മേൽ മകളുടെ മേൽ അത് കഷ്ടപ്പെടുത്തുവാൻ കയറിയതായിട്ട് അവരതിനെ പ്രൈസിങ് ചെയ്യാണല്ലോ, ദൈവത്തിന് നന്ദി പറയുകയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇത് ഇവരുടെ ഉള്ളിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏത് അവസ്ഥയിലും ദൈവത്തെ സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ആ ദൈവത്തിന്റെ ഹിതം എന്ത്, എങ്ങനെ നാം മനസ്സിലാക്കുന്നത്? ദൈവത്തിൽ നാം അനുസരണത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുമ്പോഴാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകനാകട്ടെ. നമുക്ക് വലിയ ആളാകണമെന്നൊക്കെ നല്ല ആഗ്രഹമാണ്, അത് ദൈവം മാനിക്കുന്ന കാര്യമാണ്. പക്ഷേ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ ശുശ്രൂഷകന്മാരായി തീരണം. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിൽ എനിക്കും അതാണ് ചെയ്യേണ്ടത്, ശുശ്രൂഷ ചെയ്യുക മറ്റുള്ളവരെ വേണ്ടി. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാം വാക്യം, 1 Corinthians 15:58 പറയുന്നത്, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുമെൻ. സ്തോത്ര, ഹല്ലേലൂയ. ഈ പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ഈ പകൽക്കാലം രാത്രി വേളയിലും ദൈവം നമ്മോട് പറയുന്നത്, നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി നമ്മുടെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കണം. അത് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. നമ്മുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥന ഈ പ്രകാരമായിരിക്കണം, കർത്താവേ എനിക്ക് നിന്റെ വേലയിൽ ഒരു പടി കൂടെ മുൻപോട്ട് കടന്ന് പ്രവർത്തിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചുവെങ്കിൽ ഇനി 1.5 മണിക്കൂറെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ നാളെ മുതൽ ഞാൻ 20 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാകണം നമ്മുടെ ആഗ്രഹങ്ങൾ. ദൈവത്തിന് സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ അവസാനത്തെ ഒരു വാക്യം വായിച്ച് എന്റെ വാക്കിൽ വിരമിക്കുന്ന യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ബുക്ക് ഓഫ് ജോഷുവ 22:5 പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയോടെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. ദൈവം നൽകിയ കൽപ്പനയിൽ നാം എപ്പോഴും നമ്മെ തന്നെ സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവവേലയുടെ സമർപ്പണത്തിന്റെ 7 പടികളിലും നാം നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരത്തുള്ളൂ. ആ വേലയിൽ, ഈ ദൈവിക വേലയിൽ മുമ്പോട്ട് വളരുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എനിക്ക് സമയം നൽകിയ ജോൺ ഐസക് പാസ്റ്ററിനും വേൾഡ് ക്രിസ്ത്യൻ പ്രെയർ ലൈനിനും കടന്നു വന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ഞങ്ങളെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.